മോദിജി, താങ്കൾ ആർട്ടിക്കിൾ 370 എടുത്തു കളയുമ്പോൾ താങ്കൾക്ക് ഭയമുണ്ടായിരുന്നില്ലേ? ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന്, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ ഇന്ത്യയോട് അല്ലെങ്കിൽ താങ്കളോട് മോശമായി പ്രതികരിക്കുമെന്ന് താങ്കൾക്ക് ഭയമുണ്ടായിരുന്നില്ലേ? തീർച്ചയായും താങ്കൾ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം ഇങ്ങനെയൊരു സഭയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് മുൻപ് അവസരം ലഭിച്ചിരുന്നില്ല. അത് വളരെ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴൊക്കെ ആർട്ടിക്കിൾ 370യെക്കുറിച്ചും കാശ്മീരിനെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ വരുന്നുണ്ടോ, അപ്പോഴൊക്കെയും കഴിഞ്ഞ 70 വർഷവും അതിനെ അന്താരാഷ്ട്ര തലത്തിൽ കാണാനാണ് ഭാരതം ശ്രമിച്ചിരുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭാരതത്തിലെ കാശ്മീരിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഭാരതത്തിനെ മുൾമുനയിൽ നിർത്തുമായിരുന്നു. വാജ്പേയിയുടെ കാലത്ത് ഒരു പരിശ്രമം ഉണ്ടായി. കാശ്മീരിലെ തീവ്രവാദമെങ്കിലും ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആർട്ടിക്കിൾ 370യെക്കുറിച്ചും കാശ്മീരിനെക്കുറിച്ചും ഭാരതം ഒരു നിലപാടെടുക്കുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇതിൽ ഇടപെട്ട് ഭാരതത്തെ കുഴപ്പത്തിലാക്കുമെന്നുള്ള ഭയം എനിക്കുമുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ തീർച്ചയായും ലോകത്തിലെ പല രാജ്യങ്ങൾക്കും പല തരത്തിലുള്ള വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്താണ് സംഭവിച്ചത് നേരെ തിരിച്ചാണ്. കൂടുതൽ രാജ്യങ്ങളും ആ കാര്യത്തെക്കുറിച്ച് ഒരഭിപ്രായവും പറയാതെ മൗനമായിരിക്കുകയാണ് ചെയ്തത്. മറ്റു ചില രാജ്യങ്ങളാവട്ടെ അത് ഭാരതത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്, തങ്ങളതിൽ ഇടപെടുന്നില്ല എന്നും പറയുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യമെന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാതിരിക്കുമ്പോൾ, ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ ഭാരതത്തിലെ കോൺഗ്രസ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും എന്നെ വിമർശിക്കാനും തുടങ്ങി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സ്വന്തം രാജ്യത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് സ്വന്തം രാജ്യത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത്രയ്ക്കും നികൃഷ്ടമായ ചിന്താഗതിയാണ്, അത്രയ്ക്കും മാനസിക നില കോൺഗ്രസിൻ്റേത് തകരാറിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷവും ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ഏറ്റവും വലിയ അംഗീകാരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതേ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമാണ് ഖത്തറിൽ നമ്മുടെ 8 ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷയ്ക്ക് വിധേയമായ സംഭവം ഉണ്ടായത്. അവരെ എനിക്ക് ജീവനോടെ ഭാരതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി, അതും ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്ന്. ഖത്തറിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ തടവിലാക്കപ്പെട്ട സമയത്ത്, അവർക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് ഭാരതത്തിലെ പല പ്രതിപക്ഷ നേതാക്കളും താങ്കളെ വിമർശിച്ചിരുന്നു. ഒവൈസിയൊക്കെ പറഞ്ഞത് ഖത്തർ താങ്കളുടെ സെക്കൻഡ് ഹോം ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് നടക്കുന്നത്? അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഭാരതം വിശ്വഗുരുവാണെന്നാണ് പറയുന്നത്, അവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. വ്യാപകമായ വിമർശനങ്ങൾ താങ്കൾക്കെതിരെ ആ സമയത്തുണ്ടായിരുന്നു. രജത് ജി, അവരൊന്നും ഇതുവരെയും മോദിയെക്കുറിച്ച് ശരിയായി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ മോദിയെ പിടിച്ചിട്ട് മോദിയെക്കുറിച്ച് സംസാരിച്ചാൽ മാധ്യമങ്ങളിൽ അവർക്ക് കുറച്ച് സ്പേസ് കിട്ടും. കാരണം ഇന്ന് മോദി ഒരു ബ്രാൻഡാണല്ലോ. അതുകൊണ്ട് തന്നെ മോദിയെക്കുറിച്ച് സംസാരിച്ചാൽ അവർക്കും മാധ്യമങ്ങളിൽ കുറച്ച് ഇടം കിട്ടും. മോദിയെ ചീത്ത പറഞ്ഞാലും അവർക്ക് മാധ്യമങ്ങളിൽ ഇടം കിട്ടും. അങ്ങനെ അവസരം നോക്കിയിരിക്കുന്നവർക്ക് മോദിയല്ലാതെ പിന്നെ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ മോദിയെ നിരന്തരമായി ചീത്ത പറയുക, അങ്ങനെ മാധ്യമങ്ങളിൽ ഇടം നേടുക, അതൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ അവർ ഇത്രയെങ്കിലും മനസ്സിലാക്കണ്ടേ, നരേന്ദ്രമോദി മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ഒന്നുമില്ലെങ്കിലും 10 വർഷമായില്ലേ പ്രധാനമന്ത്രിയായിട്ട്, ഇത്രയും കാലമായിട്ട് എന്നെ അറിയുന്നതല്ലേ. പക്ഷേ ഇതുവരെയും അവർക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ല. ഇതിൽ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല കേട്ടോ, പൂർണ്ണമായും ഓപ്പണായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും ഇതുവരെയും മോദിയെ മനസ്സിലായിട്ടില്ല. കാരണം അവർ അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്നില്ല. നിങ്ങൾക്കും എന്നെ നിരന്തരം വീക്ഷിച്ചാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ 3 ദിവസത്തിന് ശേഷം മോദി എന്ത് ചെയ്യും, 5 ദിവസം കഴിഞ്ഞാൽ മോദി എന്ത് ചിന്തിക്കും, 7 ദിവസം കഴിഞ്ഞാൽ മോദി എന്താണ് ചെയ്യാൻ പോകുന്നത്, തീർച്ചയായും നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ മാധ്യമങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല. അതിനു പകരം മോദിക്കെതിരായി എന്തെങ്കിലും വാർത്തകൾ കിട്ടിയാൽ അതിൻ്റെ പിന്നാലെ നടന്ന് സമയം കളയുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം. പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണം പൂർണ്ണമായും പിന്നെ അതായി. മാധ്യമങ്ങളും അതിൻ്റെ പിന്നാലെയായി. മോദിക്ക് ഇത്തവണ 400 കടക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏത് രീതിയിലാണ് ഞാൻ അവരെ വഴിതിരിച്ചു വിട്ടതെന്ന്. വോട്ടെടുപ്പിൻ്റെ 3ാം ഘട്ടത്തിന് ശേഷമാണ് അവരുടെ തന്നെ കൂടെയുള്ള ആരോ ഒരാൾ അവരുടെ നേതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രചരണമാണ് നടത്തുന്നത്? നരേന്ദ്രമോദി ഇത്തവണ 400 കടക്കില്ല എന്നാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിനർത്ഥം നരേന്ദ്രമോദി ഉറപ്പായും 300 കടക്കുമെന്നല്ലേ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? മോദിജി, ഇപ്പോൾ മറ്റൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ട്, അതുകൊണ്ട് താങ്കൾ ഭയക്കണമെന്ന്.
അത്തരമൊരു ശക്തി പാകിസ്ഥാനില്ല. കാരണം ഞാൻ തന്നെ നേരിട്ട് ലാഹോറിൽ പോയി അത് പരിശോധിച്ചതാണ്. വെറുതെയല്ല, പാകിസ്ഥാന്റെ ഒരു സെക്യൂരിറ്റി ചെക്കും ഇല്ലാതെയാണ് ഞാൻ ലാഹോറിൽ പോയിട്ട് വന്നത്. അന്ന് പാകിസ്ഥാനിലെ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. യാ അല്ലാ തോബ, യാ അല്ലാ തോബ, ഈ മനുഷ്യൻ വിസ പോലും ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? പാകിസ്ഥാനിൽ വലിയ ചർച്ചയായിരുന്നു. പാകിസ്ഥാന്റെ പോലും അനുവാദമില്ലാതെ മോദി എങ്ങനെയാണ് പാകിസ്ഥാനിൽ വന്നതെന്ന്. എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ്, പാകിസ്ഥാനും എൻ്റെ രാജ്യമായിരുന്നു, ഏതോ ഒരു കാലത്ത് ഞങ്ങളുടെ ഭാഗമായിരുന്നു. മോദിജി മുൻപാണെങ്കിൽ സ്ഥിരമായി പാകിസ്ഥാനിൽ നിന്നും ആളുകൾ നുഴഞ്ഞു കയറി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ നമുക്ക് ലിസ്റ്റ് തരികയാണ്, ഏതൊക്കെയോ അജ്ഞാതർ വന്ന് ഞങ്ങളുടെ ആളുകളെല്ലാം കൊല്ലുന്നുവെന്ന്. എന്താണ് മോദിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പാകിസ്ഥാനിലെ എല്ലാവരും പരിഭ്രാന്തരാണ്. പാകിസ്ഥാനിൽ എല്ലാവരും പരിഭ്രാന്തരാവാൻ കാരണം ഞാനാണ്, അതും എനിക്കറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാനിലെ ആളുകളെക്കുറിച്ചല്ല. അതിനേക്കാൾ കൂടുതൽ എന്നെ വിഷമിപ്പിക്കുന്നത്, കാലങ്ങളോളം ഈ രാജ്യം ഭരിച്ച പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത്, നവംബർ 26 മുംബൈ ഭീകരാക്രമണ കേസിൽ സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊന്നത് കസബല്ല, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഭാരതീയരായ തീവ്രവാദികളാണ് ഭീകരാക്രമണം നടത്തി സാധാരണക്കാരായ ആളുകളെ കൊന്നത് എന്ന്. അവർ ഭരിക്കുമ്പോൾ അവരുടെ കാലഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. കസബിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതും തൂക്കിക്കൊന്നതും അവരുടെ കാലത്താണ്. പക്ഷേ എന്നിട്ടും അവരുടെ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നു, കസബ് കുറ്റക്കാരനല്ല, ഇന്ത്യയിലുള്ള തീവ്രവാദികളാണ് ഇന്ത്യക്കാരെ കൊന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനികൾ പോലും ഈ ഭാഷയിൽ സംസാരിക്കാതിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് ഈ ഭാഷയിൽ സംസാരിക്കുന്നത്. തീർച്ചയായും ഈ ലോകത്ത് എപ്പോഴെങ്കിലും എൻ്റെ തല കുനിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അന്ന് മാത്രമാണ്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ അവരുടെ കരച്ചിൽ എനിക്ക് മനസ്സിലാക്കാം, സ്വാഭാവികമാണ്. പക്ഷേ എൻ്റെ രാജ്യത്തിരുന്നു കൊണ്ട് ശത്രുരാജ്യത്തിന് വേണ്ടി കരയുന്നവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല. മോദിജി തീർച്ചയായും ഭാരതത്തിനുള്ളിൽ നിന്ന് ഇതിനേക്കാൾ മോശമായ ഒരു വാദം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നിരുന്നു. ശിവസേനയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത്, നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ട്രെയിനിൽ രാമഭക്തരെ കൊണ്ടുപോകും, മോദി തന്നെ പാകിസ്ഥാൻ്റെ സഹായത്തോടെ ആ ട്രെയിനിനെ ബോംബ് വെച്ച് തകർത്ത് ആ രക്തസാക്ഷിത്വത്തിൻ്റെ പേര് പറഞ്ഞ് മോദി വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അങ്ങനെ സംഭവിച്ചില്ലല്ലോ. ഒരു ട്രെയിൻ പോലും കത്തിയില്ല. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെടുത്ത് നിങ്ങൾ പോയി ചോദ്യങ്ങൾ ചോദിക്കണം. എൻ്റെ അടുത്തല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങളുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചോദിക്കണം. നിങ്ങൾ കൃത്യമായി മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? മാനസിക നിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? എന്നെങ്കിലും നിങ്ങൾ ചോദിക്കണം. ഒരിക്കലും ഒരു സാധാരണ മാനസിക നിലയുള്ള വ്യക്തി ഈ രീതിയിലുള്ള ഭാഷകൾ സംസാരിക്കില്ലല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇത്തരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെടുത്ത് അപ്പോൾ തന്നെ നിങ്ങൾ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ ഈ ഭാഷ പിന്നീട് ഒരിക്കലും ഉണ്ടാകില്ല. ആ ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. ട്രെയിൻ കത്തിക്കണമെന്നതൊക്കെ അവരുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് എൻ്റെ കാലത്ത് നടക്കില്ല. അവർ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല. അവർ പ്ലാൻ ചെയ്തതുപോലെയും ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എന്നിട്ടും 400 പാർ.